അന്നൊരു മഴ ദിവസമായിരുന്നു. അത് ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ വക ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ തലങ്ങും വിലങ്ങും വന്നുപോയി. അതിൻ്റെ ചക്രങ്ങൾ ചെളിക്കുഴികളിൽ കയറിയിറങ്ങി ബസ്സിനുള്ളിലെ ആളുകളെ ചാടാനും പുറത്തുള്ള മനുഷ്യരെ ഓടാനും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതോ ഒരു ഓർഡിനറി ബസ്സിൽ നിന്ന് ഒരു മധ്യവയസ്കൻ അവിടെ വന്നിറങ്ങി. അയാളുടെ കണ്ണുകളിൽ അപരിചിതത്വം നിഴലിച്ചു. അതേസമയം തന്നെ ചുറ്റുമുള്ള നോട്ടങ്ങളിൽ എല്ലാത്തിനോടും നീരസവും. സംഗതി നേര് തന്നെ, അവിടെ കണ്ണിന് കൊള്ളാവുന്ന കാഴ്ചകളൊന്നുമില്ല. എല്ലാം പതിവുള്ളതൊക്കെ തന്നെ. പണ്ടെങ്ങോ ആർഭാടമായി പണിതെങ്കിലും കാടുകയറിയ നിലയിൽ മനുഷ്യാവയവങ്ങളെ ഉപേക്ഷിച്ച ശുചിമുറികൾ, മനുഷ്യന് ശല്യമായി അപേക്ഷിക്കുന്ന പിച്ചക്കാർ, വെറ്റില ചുണ്ണാമ്പ് തോണ്ടി തേച്ചു മിനക്കിയ വെളുത്ത ഭിത്തികൾ, മൂന്നും കൂട്ടി മുറുക്കിയ പൊതുജനം തറകളെയും വെറുതെ വിട്ടില്ല. മുറുക്കി തുപ്പിയ ചുവന്ന അടയാളങ്ങൾ എങ്ങും കാണാമായിരുന്നു. പച്ച നിറമുള്ള തണലും ചുവന്ന പൂക്കളും നിറഞ്ഞ വാഗമരത്തിന് കീഴെ നിൽക്കാനും ആൾക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല. മനുഷ്യർക്കു മാത്രമല്ല, ഞങ്ങൾക്കും അഴിഞ്ഞാടാൻ അറിയാമെന്നു തെളിയിക്കും വിധം വികൃതികൾ കാട്ടി തെരുവു പട്ടികളും നാൽക്കാലികളും മഴ കൊള്ളാതെ ആ മരച്ചുവട്ടിൽ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു. ശുചീകരണവും നന്നേ കുറവാണെന്നതിൻ്റെ തെളിവെന്നോണം മൊട്ടായി കടലാസുകളും സിഗരറ്റ് കൂടുകളും ഫലം പുറപ്പെടുവിക്കാത്ത ലോട്ടറി കടലാസുകളും മാത്രമല്ല, പുതുവണ്ടികൾ അലങ്കരിച്ച പൂമാലകൾ, ചതഞ്ഞെറിഞ്ഞതും ബലൂണുകൾ പൊട്ടിക്കീറിയതും അവിടെ കാണപ്പെട്ടു. പക്ഷേ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്ന മട്ടിൽ ചില അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു അല്പവസ്ത്രധാരിയായ സിനിമാ നടിയുടെ പരസ്യ ബോർഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടം മലയാളി ഞരമ്പ് രോഗികൾ ക്ഷമയോടെ തിരക്കേറിയ ബസ്സിന് വേണ്ടി കാത്തിരുന്നു. വന്നിറങ്ങിയ ആ യാത്രക്കാരൻ നേരെ എൻക്വയറി എന്നെഴുതിയ ബോർഡ് കണ്ട് അങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഓഫീസിൽ യാത്രക്കാരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി പറയേണ്ട ഉപകരണങ്ങൾ ഒന്നുമില്ല. അവിടെ ആകെയുള്ളതൊരു പഴഞ്ചൻ ടേബിൾ ഫാൻ. തകരത്തിന്റെ കുറുകുറുപ്പുമായി അന്ത്യശ്വാസം വലിക്കുമെന്നത് സ്റ്റേഷൻ മാസ്റ്റർക്ക് അന്ത്യശാസനം കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ മഴയുടെ സംഗീതത്തിന്റെ അകമ്പടി സേവിച്ച് കൂർക്കം വലിക്കുകയാണ്. ഇനി താൻ ആരോട് ചോദിക്കണമെന്ന് ശങ്കിച്ചു നിൽക്കെ അന്ധനായൊരു വൃദ്ധൻ ലോട്ടറിയുമായി മന്ദം മന്ദം അവിടേക്ക് വന്നു. നാളെയാണ്, നാളെ കൃത്യം 2:30 മണിക്ക് നറുക്കെടുക്കുന്ന ലോട്ടറി ആർക്കും വാങ്ങാം. നിങ്ങൾ വാങ്ങുന്ന ഈ ടിക്കറ്റ് നാളെ നറുക്കെടുക്കുമ്പോൾ 1ാം സമ്മാനമുള്ള ടിക്കറ്റ് ആരുടെ കയ്യിലിരിക്കുന്നു അയാൾ ലക്ഷാധിപതിയായിത്തീരുന്നു. ആർക്കെപ്പോൾ ഭാഗ്യം വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഈ വാചകങ്ങൾ തന്നെ ക്രമമായി വൃദ്ധൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. യാത്രികൻ വൃദ്ധനോട് എന്തോ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പാഴായിപ്പോയി. അന്നേരം ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് അങ്ങോട്ട് പാഞ്ഞു വന്നു. മഴവെള്ളം കാരണം അതിൻ്റെ ബോർഡ് നന്നായി കാണാൻ കഴിയുമായിരുന്നില്ല. തന്നെയുമല്ല, ബോർഡ് കാണാനുള്ള ബൾബ് തെളിഞ്ഞിട്ടുമില്ലായിരുന്നു. എങ്കിലും വലിയ അക്ഷരങ്ങൾ വായിച്ചെടുക്കാമായിരുന്നു: നിലമ്പൂർ. പെട്ടെന്ന് ആ മനുഷ്യൻ അടുത്തുനിന്ന ചെറുപ്പക്കാരനോട് തിടുക്കത്തിൽ ചോദിച്ചു, ഈ ബസ് എങ്ങോട്ടാ? ഇത് നിലമ്പൂർ ബസ്സാ? കോട്ടയം വഴിയല്ലേ? അല്ല, മൂവാറ്റുപുഴ വഴി പോകുന്നതാ. അയാൾ ചെറുപ്പക്കാരനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് വേഗം ആ ബസ്സിൽ കയറിപ്പോയി. യുവാവിന് ആകെ സംശയമായി. അയാൾ എന്തിനായിരിക്കണം തെക്കോട്ട് ചോദിച്ചിട്ട് വടക്കോട്ട് പോയത്? ചിലർ ഉത്തരത്തിനായി എതിര് ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ വരുന്ന രീതിക്കാരനാവാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് കാണണം, ദാ വരുന്നു നമ്മുടെ കഥാനായകൻ. ചാറ്റുമഴയത്ത് കുട പോലുമില്ലാതെ നനഞ്ഞ കോഴിയെപ്പോലെ ആ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ചുരുക്കം. ചമ്മിയതുപോലെ അയാൾ കുറച്ചു മാറി തൂണിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന പ്രതീതി. മറ്റൊരു ബസ് വന്നപ്പോൾ പ്രകാശമുള്ള ബോർഡ് സ്വയം വായിച്ച് അയാൾ വലിയ ഗമയിൽ കയറിപ്പോയി. അതിൻ്റെ ബോർഡ് പുനലൂർ എന്നായിരുന്നു. മോറൽ ഓഫ് ദ സ്റ്റോറി: ജീവിതയാത്രയിൽ പലയിടത്തും വഴികാട്ടികളെ കാണാൻ കഴിയും. അത് ശ്രവിച്ച് സ്വയം തിരുത്താനുള്ള അവസരവും കിട്ടിയെന്നിരിക്കും. എന്നാലോ ആരാലും തിരുത്തപ്പെടാൻ സമ്മതിച്ചു കൊടുക്കാത്ത പ്രകൃതം നന്നല്ലെന്നും ഓർക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.